കാസർഗോഡ് ബേക്കൽ ഫെസ്റ്റിൽ റാപ്പർ വേടന്റെ പരിപാടിക്കിടെ തിക്കും തിരക്കുമുണ്ടായി. നിരവധി പേർക്ക് പരിക്കേറ്റു. അരുൺ പാർക്കൽ കാസർഗോഡ്. അരുൺ, നിലവിലെ തൽസ്ഥിതി എന്താണ്? അവിടെ പരിപാടി നിർത്തിവെച്ചിട്ടുണ്ടോ? തിക്കും തിരക്കിലും പെട്ടവർ നിരവധി പേർ ഇതിനോടൊപ്പം ആശുപത്രിയിൽ എത്തിയിട്ടുണ്ടോ? അവരുടെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാണോ? ഏറ്റവും പുതിയ വിവരങ്ങൾ. സുഹൈലെ, പരിപാടി ഇതുവരെയും നിർത്തിവെച്ചിട്ടില്ല. വേടന്റെ പരിപാടി അവസാനിക്കാനുള്ള സമയം അതിക്രമിച്ചു. 8 മണിക്കാണ് റാപ്പർ വേടന് പരിപാടിക്കുള്ള സമയം നൽകിയത്. പക്ഷേ 8 മണിക്കൊക്കെ നല്ല തിരക്ക് അവിടെ ഉണ്ടായിരുന്നു. ആ തിരക്ക് കാരണം വേടൻ പരിപാടി സ്ഥലത്തേക്ക് എത്താൻ 1.5 മണിക്കൂറോളം വൈകി. 9:30-ക്ക് ശേഷമാണ് ഈ പരിപാടി ആരംഭിച്ചത്. കുട്ടികൾ ഉൾപ്പെടെ ഈ പരിപാടിക്ക് മുൻപ് തന്നെ, പരിപാടി നടക്കുന്നതിന് മുൻപ് തന്നെ കുട്ടികൾ ഉൾപ്പെടെ ശ്വാസതടസ്സം അനുഭവപ്പെടുകയും ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയും ചെയ്ത് അവരെയൊക്കെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പല കുട്ടികളെയും അമ്മമാരുടെ രക്ഷിതാക്കളുടെയൊക്കെ കൈവിട്ട് കുട്ടികൾ പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അവരോട് സംഘാടകർ തിക്കും തിരക്കിനും ഇടയിലേക്ക് കുട്ടികളെ വിടരുതെന്നൊക്കെ മുന്നറിയിപ്പ് നൽകുന്നുണ്ടായിരുന്നു. പക്ഷേ ആളുകൾ ഇതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. ഇപ്പോൾ നിരവധി പേർക്ക് പരുക്കേറ്റിട്ടുണ്ട്. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ 10-ലധികം ആളുകൾക്ക് പരുക്കേറ്റിട്ടുണ്ട്. ഈ ബേക്കൽ ഫെസ്റ്റ് നടക്കുന്നതിന് തൊട്ടടുത്താണ് റെയിൽവേ സ്റ്റേഷൻ. ആ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി ട്രെയിൻ പാളം മറികടന്ന് ഈ പരിപാടി സ്ഥലത്തേക്ക് എത്തുന്നതിനിടെ ഒരു യുവാവിനെ ട്രെയിൻ തട്ടിയിട്ടുണ്ട്. യുവാവിനും ഗുരുതരമായി പരുക്കേറ്റിട്ടുണ്ട്. യുവാവിനെ കിംസ് ആശുപത്രിയിലേക്ക് മാറ്റിയെന്ന വിവരമാണ് ലഭിക്കുന്നത്. 20 വയസ്സ് പ്രായമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റാപ്പർ വേടന്റെ പരിപാടിക്കിടെ അരുൺ പാർക്കലാണ് വാർത്താ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.